ഹലോ, ഹരികൃഷ്ണൻ കോൺവെർസേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഫേസ്ബുക്കിലെ പഴയ ഫോട്ടോസൊക്കെ കാണാം. ഈ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും എൻ്റെ ഫ്രണ്ട്സിനെയും പിന്നെ അന്നുണ്ടായിരുന്നുള്ള നല്ല നല്ല ഓർമ്മകളുമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എസ് എസ് എൽ സി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടുള്ള വലിയ വെക്കേഷൻ ഉണ്ടല്ലോ, 4 മാസത്തെ. ആ 4 മാസത്തിൽ ഞങ്ങൾക്ക് 1.5 മാസം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും ഒരുപാട് ഒരുപാട് ഉല്ലാസമൊക്കെ നിറഞ്ഞൊരു മാസമായിരുന്നു ആ 1.5 മാസം. അന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഗ്രൗണ്ട്. അവിടെ ഞങ്ങൾ ആദ്യം കളിച്ചിരുന്നത് ഫുട്ബോളായിരുന്നു. പിന്നെ ഫുട്ബോൾ കളിച്ച് എല്ലാവർക്കും മടുത്ത് അങ്ങനെ ഞങ്ങൾ വോളിബോൾ കളിക്കാൻ തുടങ്ങി. ഈ വോളിബോൾ ഞങ്ങൾ കളിക്കുവാണെങ്കിലും സത്യത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഈ രീതികളൊന്നും അറിയത്തില്ല, എങ്ങനെ കളിക്കണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് പാസ് ചെയ്യാനും പിന്നെ കൂടുതലും ഷോട്ട് അടിക്കാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത്. അന്ന് ഞങ്ങളുടെ കൂടെ കുറച്ചും കൂടെ പ്രായമുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ ചേട്ടനുമാണ് എപ്പോഴും ഒരുമിച്ച് ടീമാകുന്നത്. പിന്നെ വേറെ കുറച്ച് പിള്ളേരുണ്ട്. എന്നാലും ആ ടീമിൽ ഞാനും ആ ചേട്ടനുമാണ് കളിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് കളിയുടെ മൊത്തം കാര്യങ്ങളും അറിയത്തില്ല. ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള രണ്ടുപേരാണ്. എന്നാലും അടുത്തുള്ളവരൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനും ആ ചേട്ടനുമാണ് കൂടുതലും പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെ അടിക്കണം, അടുത്ത പരിപാടി എന്താണെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, തർക്കവും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ കളി കഴിഞ്ഞ് ആ പ്രശ്നങ്ങളൊക്കെ മറക്കും. അപ്പോൾ അന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ കളിക്കുമായിരുന്നു, വോളിബോൾ കളിക്കുന്ന സമയത്താണ്. അന്ന് വേറൊരുത്തൻ ഞാനിങ്ങനെ പൊക്കി അടിച്ച് എൻ്റെ കൂടെ നിന്ന ചേട്ടൻ എനിക്ക് പാസ് ചെയ്ത് ഞാൻ അപ്പുറത്തോട്ട് പറയും. ഇവൻ ആ സ്പോട്ടിൽ ചാടി ഒറ്റയടി എൻ്റെ മുഖത്തിട്ട് ആ ബോൾ വന്ന് ഒറ്റ അടി. പെട്ടെന്ന് എന്തോ ഒരു മിന്നൽ വന്ന് അടിക്കുന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. പെട്ടെന്ന് തന്നെ ഞാൻ മൂക്കൊക്കെ തുടച്ച്. പിന്നെ അന്ന് ഈ സ്മാർട്ട് ഫോൺ അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു, ഫോണുകളൊന്നും ഇല്ലായിരുന്നു. അന്ന് എൻ്റെ കൂടെ നിന്ന് ചേട്ടനും വേറൊരുത്തനുമാണ്, അവന് ടാബുണ്ട്. അപ്പോൾ അന്ന് ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാഷ് ഓഫ് ക്ലാൻസാണ്, പിന്നെ ഫേസ്ബുക്ക്. കൂടുതലും അവർ കളിക്കുന്നത് ക്ലാഷ് ഓഫ് ക്ലാൻസാണ്. ടൗൺ ഹാളും അതിൻ്റെ ഓരോ ലെവലൊക്കെ സംസാരം. അന്ന് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു മൊബൈലുണ്ട്, നോക്കിയയുടെ ഒരു ചെറിയ മൊബൈൽ. അപ്പോൾ ഇവർ കളിക്കുന്നത് 2 മണിയൊക്കെ ആകുമ്പോൾ കളിക്കും ഉച്ചയ്ക്ക്. ഞാൻ ആ സമയത്ത് വരത്തില്ല, കാരണം എൻ്റെ കയ്യിൽ അന്ന് വോഡോഫോണിൻ്റെ ഒരു സിം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് 2 മണി തൊട്ട് 4 മണി വരെ 100 MB ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അന്ന് ആ ഫോണിൻ്റെ അകത്ത് ഫേസ്ബുക്കൊക്കെ നോക്കി അപ്പോൾ വരത്തുള്ളൂ, 4 മണിയൊക്കെ കഴിയുമ്പോഴേ ഞാൻ വരത്തുള്ളൂ. അപ്പോഴത്തേക്കും അവർ കളിയൊക്കെ എനിക്ക് വായിക്കും, എന്നാലും അവർ പിന്നെയും കളിക്കും അവർ. അന്ന് ഞാൻ 4 മണി തൊട്ട് 6 മണി വരെ കളിക്കത്തുള്ളൂ. എനിക്ക് 6 മണി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്, വീട്ടിൽ വഴക്ക് പറയലോ എന്ന് പേടിയാണ്. ഞാൻ പെട്ടെന്ന് 6 മണിയാകുമ്പോൾ വീട്ടിലോട്ട് പോകും. അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതലും ഇപ്പോൾ ഞങ്ങൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലും ഫേസ്ബുക്കിലാണ്. എങ്ങനെയെങ്കിലും ഫോട്ടോയ്ക്ക് 100 ലൈക്സ് കിട്ടാനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. പിന്നെ യൂട്യൂബിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് തലേ ദിവസം ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് നാളെ രാവിലെ ഇവിടെ വരണം, അമ്പലത്തിൽ പോകണം. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആ ചേട്ടൻ മാത്രമാണ് മുണ്ടെടുക്കുന്നത്, ബാക്കി എല്ലാവരും ഷർട്ടും ജീൻസും ഒക്കെ ഇടുക. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടുചേർന്ന് അമ്പലത്തിലൊക്കെ പോയി പിന്നെ കുറച്ച് നേരം ഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് ബോളൊക്കെ തട്ടി പിന്നെ വീട്ടിൽ പോകും, ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകും. പക്ഷെ അന്ന് ഞങ്ങൾ ആ ദിവസം അവിടെ
ഞങ്ങൾ കളിക്കത്തില്ല. എല്ലാവരും പല വഴിക്കായിട്ട് പോകും. പിന്നെ പിറ്റേ ദിവസമാണ് എല്ലാവരും വരുന്നത്. അന്നത്തെ ആ ഒരു കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ ഫേസ്ബുക്കും, പിന്നെ ഞങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കുറ്റിക്കാടുണ്ട്. ചെറിയ രീതിയിൽ കാടും തൊട്ടപ്പുറത്ത് പാടമുണ്ട്. അപ്പോൾ വേറെ കുറച്ച് പിള്ളേരുണ്ട്. ഇവർ ഈ കുറ്റിക്കാടിൻ്റെ വശത്തായിട്ട് 4 കവുങ്ങൾ അടുപ്പിച്ച് ഉണ്ട്. ഇവർ അവിടെയുള്ള മുളയും തടിക്കഷ്ണമൊക്കെ എടുത്ത് ഏറുമാടം ഉണ്ടാക്കാറ്. അങ്ങനെ ഇവർ ഏറുമാടമൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ പിടിക്കുക. അന്ന് എൻ്റെ ഫോണിൻ്റെ അകത്ത് ഞാൻ കൂടുതലും കയറ്റിയിരുന്നത് ഇംഗ്ലീഷ് സോങ്സ് ആയിരുന്നു. ആ ഏറുമാടത്തിൻ്റെ അകത്ത് ഈ പാട്ടൊക്കെ വെച്ചിരുന്ന് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ സാറ്റ് കളിക്കും. അപ്പോൾ ഈ കാടൊക്കെയാണല്ലോ, കാടും അടുത്തൊക്കെ വീടും, പിന്നെ ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ. ഞങ്ങളിങ്ങനെ സാറ്റ് കളിക്കുകയും അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു തോടുണ്ട്. വെള്ളമൊന്നുമില്ല. അതിൻ്റെ അകത്തൊരു ഇത് വെച്ചിട്ട് എന്തോ ഒരു മരക്കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ അതിങ്ങനെ ചാടി കളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു 1.5 മാസം ഞങ്ങൾ ചിലവഴിച്ചത്. അത് ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നീട് ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിലൊക്കെ പോയി, പിന്നെ അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പല വഴിക്കായി. പിന്നെ അങ്ങനെ ആരെയും കാണാറില്ല അത്. പക്ഷെ അന്നത്തെ ആ ഒരു വർഷം, ആ ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അപ്പം എൻ്റെ ആ ഒരു ചെറിയ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള നല്ല നല്ല ഓർമ്മകളും മനസ്സിന് സന്തോഷം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളത് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. അതുവരെയും ബൈ, സബ്സ്ക്രൈബ്.